സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കാര്യത്തിൽ ടീകോം കമ്പനിയെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് രമേശ് ചെന്നിത്തല. വീഴ്ചയുണ്ടായാൽ മുഴുവൻ തുകയും കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കമ്പനിക്ക് ഗുണകരമാകുന്ന കരാറിലെ ഭാഗങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 13 വർഷമായി ഒരു പ്രവർത്തനവും നടത്താത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ക്ലോസ് സി നിങ്ങൾ പരിശോധിക്കണം. ക്ലോസ് സിയിൽ പറയുന്നത് ടീകോം വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും കോസ്റ്റ് എല്ലാ എക്സ്പെൻസും എല്ലാം ചേർന്ന് കേരള ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ അതിൻ്റെ മുമ്പ് ഉള്ള എയും ബിയും അനുസരിച്ച് ടീകോമിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ടീകോമിൻ്റെ വ്യക്താവായിട്ടാണ് സംസാരിക്കുന്നത്, കേരള ഗവൺമെൻറ് വ്യക്താവായിട്ടല്ല സംസാരിക്കുന്നത്. കേരളത്തിലെ അഭ്യസ്തവിധരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് വന്നൊരു പദ്ധതി, 246 ഏക്കർ ഭൂമി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു പദ്ധതി, ആ പദ്ധതി 13 വർഷമായി നടക്കാതെ പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കാൻ, ഒരു റിവ്യൂ മീറ്റിംഗ് നടത്താൻ കഴിയാത്ത IT വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇപ്പോഴും IT സംരംഭകരെ കബളിപ്പിച്ച ടീകോമിനെ പറ്റി ഒരു അക്ഷരം വേണ്ടുന്നില്ല. ഇപ്പം പറയുന്നത് എന്താ, UAE-യുമായിട്ടുള്ള നല്ല ബന്ധം അവസാനിച്ചു പോകുന്നതാണ്. അത് നോക്കാൻ വിദേശകാര്യമന്ത്രിയുണ്ട്, പിണറായി വിജയൻ നോക്കേണ്ട കാര്യമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്. നമ്മളെ കളിപ്പിച്ചൊരു കമ്പനിക്ക് ഫേവർ ചെയ്ത് കൊടുക്കണമെന്ന് UAE-യിലെ ഒരു ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. ഇന്ത്യയും കേരളവുമായി നല്ല ബന്ധമാണ് UAE-ക്കുള്ളത്.